Watch India's largest kids library only on Jio Hotstar. Download the app now. ഹോയ് ചങ്കേ, എന്റെ പുതിയ ഉൾട്ടാ പുൾട്ടാ മെഷീൻ ഒന്ന് നോക്കിയേ. ഇതെന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമാണ്. അതേ കൂട്ടുകാരാ, ഇതിനകത്ത് ആരെയെങ്കിലും ഇരുത്തിയാൽ അവരുടെ ശരീരവും ക്യാരക്ടറും ഉൾട്ടാ കുൾട്ടാവായി മാറും. അതേ കസിട്ട്, എത്രയോ ധൈര്യശാലിയോ ധീരനോ ആണെങ്കിലും അവരൊക്കെ പേടിത്തൊണ്ടന്മാരും പേടിച്ചു ദൂറികളും ആവും. അതുപോലെ തന്നെ പേടിത്തൊണ്ടൻ ഒരു ധൈര്യശാലിയായി മാറുകയും ചെയ്യും കസിട്ട്. ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. പൊളിക്കടുത്തല്ല വേറെ എങ്ങനെയൊക്കെയാ മാറുക? എന്റെ ചങ്കെ, ഡ്യൂപ്ലിക്കേറ്റ് നോട്ടെല്ലാം ഒറിജിനലായി മാറും. അതുപോലെ തന്നെ ഒറിജിനൽ നോട്ടെല്ലാം ഡ്യൂപ്ലിക്കേറ്റുമായി മാറും. ഇരുമ്പ് സ്വർണമായി മാറും, പിന്നെ സ്വർണം ഇരുമ്പായി മാറും. ഈ മിഷനെ കുറിച്ച് ഞാൻ വേറെ എന്ത് പറയാനാ? താൻ അകത്തത് കയറി ഇരുന്ന് നോക്ക്. തന്റെ ക്യാരക്ടർ മാറുന്നത് നമുക്കറിയാലോ. ചെല്ല്, അകത്തേക്ക് കയറ്. പൊളിക്കടുത്തല്ല, അകത്തേക്ക് പോയി കഴിഞ്ഞാൽ പുറത്തേക്ക് വരാൻ ഗ്യാരണ്ടി ഇല്ല. ക്ഷമിക്കണം, എന്നെ കൊണ്ട് പോവാൻ പറ്റില്ല. ഈ എലി എങ്ങനെ എന്റെ ലാബിനുള്ളിൽ വന്നത്? പൊളിക്കടുത്തല്ലോ, ഡോക്ടർ ചട്ക ഒരു എലിക്കുട്ടി പൂച്ചയെ തല്ലിയല്ലോ. നിങ്ങളുടെ കണ്ടുപിടുത്തം അപാരം തന്നെയാണ്. എനിക്കിപ്പോ സന്തോഷം അടക്കാൻ പറ്റുന്നില്ല ചങ്കേ. എനിക്ക് എന്റെ സന്തോഷം കൺട്രോൾ ചെയ്യാനേ പറ്റുന്നില്ല. നിങ്ങളിപ്പോ ഇത്രയും സന്തോഷിക്കാൻ കാരണം എന്താണ്? എന്റെ കണ്ടുപിടുത്തം വിജയിച്ചിരിക്കുന്ന കൂട്ടുകാരാ. എന്റെ പരീക്ഷണം അങ്ങനെ വിജയിച്ചു. ഇപ്പൊ ഞാൻ എങ്ങനത്തെ മിഷനാ കണ്ടുപിടിച്ചെന്ന് വെച്ചാല് ഒരുത്തന്റെ ക്യാരക്ടർ വരെ മാറ്റുന്ന മിഷനാ. ആ മിഷനിൽ എന്ത് പോയാലും അത് ഉൾട്ടയായി മാറും. നേരെ ഓപ്പോസിറ്റ് ആയിട്ടേ പുറത്തു വരൂ. എങ്ങനെ? നീ കണ്ടില്ലേ, എലി അകത്ത് കയറി പുലിയായി തിരിച്ചു വന്നത്. അവനെ കണ്ടപ്പോ എനിക്ക് ഡിങ്കനെ പോലെയാ തോന്നിയത്. ആ പൂച്ചക്കിട്ട് കൊടുത്ത് ഇടി നീ കണ്ടില്ലേ? ആ എലിയുടെ ക്യാരക്ടർ മൊത്തം മാറിപ്പോയിരിക്കുക. അതുപോലെ ഈ സ്പൂണിന്റെ ക്യാരക്ടർ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. പൊളിക്കടുത്തല്ലോ, ഇത് സ്വർണ്ണ സ്പൂണായി മാറിയിരിക്കുന്നു. ഞാൻ വിജയിച്ചു. ഇനി കണ്ടോ, ഞാൻ ഈ സ്പൂൺ ഒന്നുകൂടെ അകത്തേക്ക് വെക്കാൻ പോവാ. കലക്കി ഡോക്ടറെ, ഈ മെഷീൻ വെച്ചിട്ട് കുറ്റവാളികളെയൊക്കെ നമുക്ക് നേരാക്കാൻ നോക്കാം. പാവപ്പെട്ടവർക്കൊക്കെ സ്വർണം കൊടുത്ത് അവരെയും നമുക്ക് പണക്കാരാക്കാം. ഈ ജോൺ ഇവിടെ ഉള്ളിടത്തോളം കാലം ആരെ പണക്കാരനാകാൻ ഞാൻ സമ്മതിക്കില്ല. ഈ ജോൺ മാത്രമായിരിക്കും പണക്കാരൻ. ഈ ജോൺ ആയിരിക്കും ഡോൺ. വേഗം വാ, വേഗം വാ, അവരെ വിടരുത്. നിക്കവിടെ ജോണെ, നിക്കാൻ. ബോക്സർ, എന്റെ ചങ്ക, എങ്ങനെയെങ്കിലും ആ ജോണിനെ ഒന്ന് പിടിച്ചതാ. അവരെന്റെ മെഷീൻ ഈ മെഷീൻ എന്നെ ഏൽപ്പിക്കേ, അല്ലെങ്കിൽ ഞാൻ നിന്നെ അടിച്ചടിച്ചൊരു പരുവത്തിലാക്കും. അവിടെ നിൽക്കാൻ. എവിടേക്കാണ് അവിടുന്ന്? നിൽക്കാൻ. എന്നെ വിടില്ല. ജോൺ, ഇതെനിക്ക് എന്ത് പറ്റി? ഞാൻ നിന്നെ തല്ലാൻ തന്നതല്ലേ. ഇനി എങ്ങനെ തല്ലും? എനിക്ക് ഒട്ടും വയ്യല്ലോ. എന്റെ കൈകൾക്ക് ഒട്ടും ശക്തിയില്ലാതായി. എന്നാൽ എന്റെ കൈക്ക് നല്ല ശക്തി ഉണ്ടടാ. മോട്ടി ചങ്ക, എന്തെങ്കിലും വേഗം ചെയ്യണം. ആ മിഷൻ ജോണിന്റെ കയ്യിലുള്ളത് എന്തും സംഭവിക്കാം. നിങ്ങൾ വിഷമിക്കേണ്ട വലിയേട്ടാ, ഞാൻ ഇപ്പൊ തന്നെ ജോണിന്റെ മെഷീൻ നശിപ്പിച്ച് കളഞ്ഞേക്കാം.
കൊള്ളാം ബോസ് കൊള്ളാം. ഡോക്ടർ ജഡ്കയുടെ മെഷീൻ സൂപ്പർ. ഇനി ഈ മിഷൻ ജഡ്കയുടെയും കട്കയുടെയും ഒന്നുമല്ല, ഉള്ളി ജോൺ ദ ഡോണിന്റെ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ ഞാൻ തന്നെയായിരിക്കും. എന്റെ വിധി ഞാൻ തന്നെ മാറ്റി എഴുതുകയാണ്. അന്യന്റെ കാശ് മോഷ്ടിക്കുന്നവൻ ഒരിക്കലും നന്നായ ചരിത്രമില്ല. നിനക്ക് ഞങ്ങൾ ഇപ്പൊ പറഞ്ഞു തരാം. ജോൺ മിണ്ടാതെ ആ മെഷീൻ ഞങ്ങൾക്ക് തന്നേക്കൂ. ഓഹോ, അപ്പൊ നീ മിഷൻ കൊണ്ടുപോകാനാ വന്നത് അല്ലേ? ഇപ്പൊ തന്നെ തരാം. മോട്ടു നീ മുമ്പിൽ പോ, ഞാൻ പിന്നീന്ന് നോക്കിക്കോളാം. ഇനി നിനക്ക് മിഷൻ വേണടാ? വേണ്ട വേണ്ട എന്റെ പൊന്നു ജോണെ, എനിക്ക് മിഷന്റെ യാതൊരു ആവശ്യമില്ല. മിഷൻ നിങ്ങൾ തന്നെ വെച്ചോളൂ, ഞാൻ പോവാണ്. എങ്ങോട്ടാണ് ഓടുന്നത്? നിന്നെ ഞാൻ പക്ഷിയെ പോലെ പറപ്പിക്കണം. ഓടാം. എന്റെ അമ്മോ, മോട്ടു പത്ലു, ആരാ നിങ്ങളിട്ടിങ്ങനെ പെരുമാറിയത്? ചിങ്കം സാറേ, ഇത് മുഴുവൻ ജോണാണ് ചെയ്തത്. ഞാൻ ആ ജോണിനെ വെറുതെ വിടില്ല. അവനെ ആദ്യം പിടിക്കാൻ പറ്റുമെന്ന് നോക്ക്, എന്നിട്ടല്ലേ ചെയ്യുന്ന കാര്യം. അവനെ അങ്ങനെ പെട്ടെന്നൊന്നും പിടിക്കാൻ കിട്ടുമെന്ന് തോന്നുന്നില്ല. അവൻ ഭയങ്കര ശക്തിശാലിയായി മാറിയിരിക്കുക. മോട്ടു, നമ്മൾ എന്ത് ചെയ്യാണെങ്കിലും ആലോചിച്ച് വേണം ചെയ്യാൻ. വേഗം ആലോചിക്കാൻ. അതേ വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നീ തന്നെ ആലോചിക്ക് പത്ലു. ഐഡിയ. ഇനിയിപ്പോ പറഞ്ഞിട്ടൊരു കാര്യമില്ല. മോട്ടു പത്ലുവിന് ഒരിക്കലും രത്നങ്ങളായി മാറാൻ കഴിയില്ല. അതെ സർ, അവൻ കൽക്കരിയുടെ ഇത്ര വലിയൊരു കേസാണ് കൊണ്ടുവന്നത്. പക്ഷെ ഒരു കാര്യവുമില്ല, അത് മൊത്തം വേസ്റ്റ് ആയി പോയിരിക്കുന്നു. സാർ, ഇനി അത് രത്നങ്ങളായിരുന്നെങ്കിൽ അത് ലോകത്തെ ഏറ്റവും വലിയ രത്നമായി മാറിയേനെ. അതിന്റെ വില പിന്നെ 1000 ലക്ഷങ്ങളും കോടികളുമായി മാറിയേനെ. പക്ഷെ ഇപ്പൊ കൽക്കരിയുടെ പീസ് കൽക്കരിയായിട്ട് മാത്രം ഇരിക്കണു. ആ പീസ് നമ്മൾ കൊണ്ടുവന്ന് അത് യൂസ് ചെയ്യേണ്ടതാണ്. എന്താ നമ്മൾ കോടീശ്വരന്മാരായി മാറും. ബോസ് ബോസ്, ആ കരിക്കട്ട് ഇവിടെയൊന്നും കാണാനേ ഇല്ലല്ലോ. നന്നായിട്ട് നോക്കണ, അത് ഇവിടെ എവിടെയെങ്കിലും കാണും. ഭൂതം, ഭൂതം. അത് ഭൂതമല്ല ബോസ്, കരിക്കട്ടയാ. പെട്ടെന്നകത്തേക്ക് വെക്ക്. ഈ കരിക്കട്ട എടുത്ത് പെട്ടെന്നകത്തേക്ക് വെക്കാൻ. ആ വൈരത്തിന്റെ തിളക്കം എനിക്ക് പെട്ടെന്ന് തന്നെ കാണണം. ഓക്കെ ബോസ്, ഇപ്പൊ തന്നെ ചെയ്യാം. ആ കരിക്കട്ട പീസ് എവിടെയാ പോയത്? എന്റെ വൈരം എവിടെ? ഈ പത്രം എവിടുന്നാ ആ വന്നത്? കരിക്കട്ട പീസ് ഞാനായിരുന്നടാ. ആ വൈരം അതല്ലേ നീ തെരഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നാ വാങ്ങിക്കോ. എന്താ വാങ്ങാൻ തയ്യാറാണോ? ഇല്ല, വേണ്ട, എനിക്കൊരു വൈരവും വേണ്ട. എന്നെ പോകാൻ അനുവദിക്ക് പ്ലീസ്. പത്ലു, ഈ മിഷൻ നീ എടുത്തോ. എന്റെ കയ്യിലുള്ള മുഴുവൻ കാശ് തന്നേക്കാം. എന്നെ പോകാൻ അനുവദിക്കും പത്ലു. അല്ല, അങ്ങനെ പെട്ടെന്ന് പോയാൽ എങ്ങനെയാ? നീ ഇത്രയും ബുദ്ധിമുട്ടി മിഷൻ പൊക്കിക്കൊണ്ട് വന്നതല്ലേ? തീർച്ചയായിട്ടും അതിനുള്ള ഒരു സമ്മാനം നിനക്ക് തന്നല്ലേ മതിയാകൂ.
ഇനിയെങ്കിലും അടിയൊന്ന് നിർത്ത് പന്തലു. എന്റെ ദേഹത്തുള്ള ഈ അഴുക്കളൊക്കെ കണ്ടില്ലേ? ഇങ്ങോട്ടാ, ഞാൻ തന്നെ വൃത്തിയാക്കി തരാം. ആരെങ്കിലും എന്നെ രക്ഷിക്കണേ. മോട്ടു, എന്താ ഇത്? ചിങ്ക സാറേ, എന്നെ രക്ഷിക്കുക. നിങ്ങൾ എന്തൊരു പോലീസുകാരനാ? ചിങ്ക സാറേ, എന്നെ രക്ഷിക്കണേ. അതിന് നിന്നെ തല്ലല്ലോ ചെയ്യുന്നത്, അവൻ നിന്നെ വൃത്തിയാക്കല്ലേ ചെയ്യുന്നത്. മോട്ടു, ഇവനെ ശരിക്കൊന്ന് വൃത്തിയാക്കിട്ട് തന്നെ പറഞ്ഞു വിടണേ. വേണ്ട വേണ്ട, മോട്ടുവിനോട് എന്നെ ക്ലീൻ ചെയ്യാൻ പറയല്ലേ പ്ലീസ്. എന്നെ ജയിലിൽ അടച്ചേക്ക് പ്ലീസ്. എന്നിട്ട് ജയിലിൽ വെച്ച് എത്ര വേണമെങ്കിലും തല്ലിക്കോ. ഒരു കുഴപ്പമില്ല, നിനക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഞാൻ ജയിലിൽ ഉണ്ടാക്കി തരാന്നേ. ചിങ്കം സാറേ, ഇവനെയൊക്കെ ജയിലിലിട്ടിട്ട് ജയിലിൽ നാശാക്കണ്ട. ഇവനുള്ള പണി ഞാൻ കൊടുക്കാം. പോകാൻ തയ്യാറാണോ? ഇല്ല. ഒരു വിധത്തിൽ എങ്ങനെയോ രക്ഷപ്പെട്ടു. പണം മേടിച്ച് ചെന്നപ്പോ മൊത്തം കുളത്തിപ്പടയോ. ചെല്ല്, നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ബോസിന്റെ അടുത്തേക്ക് ചെല്ല്. ഓരേ വാ, ഇന്ന് മുഴുവൻ ഫാമിലിയുടെ കൂടെ പാർട്ടി ചെയ്യാം. വാ. വരൂ, ഇതിനകത്ത് ചെന്ന് എന്തൊക്കെ ശരിയാക്കാനുണ്ടോ അതൊക്കെ വേഗം ശരിയാക്കിയേക്കാം. ഓ പ്ലീസ്, ആദ്യം എന്നെ ഒന്ന് ശരിയാക്ക്. ബോക്സിംഗ് ഗ്ലൗസ് പോലെ എനിക്ക് വേർത്താൻ പറ്റുന്നില്ല. Watch India's largest kids library only on Geo Hotstar. Download the app now.